ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി അയിലക്കറി ഇന്ന് നമുക്കുണ്ടാക്കിയാലോ? അപ്പോൾ ഞാനിവിടെ അയിലക്കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാട്ടോ. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കണേ. കടുകിട്ട് അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഉലുവാപ്പൊടി ചേർക്കാം. അത് മസാലയൊക്കെ ഇടുന്ന ടൈമിൽ ഞാനിവിടെ ഉലുവാപ്പൊടിക്ക് പകരം ഉലുവയാട്ടോ ചേർക്കുന്നത്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി, പച്ചമുളക്, ഒരു പച്ചമുളകാണ് ഞാനിവിടെ എടുത്തത്. അത് നമ്മൾ എരിവിനനുസരിച്ച് നമുക്കിടാം. ഞാനൊരു 5-6 കൊച്ചുള്ളി ആട്ടോ അരിഞ്ഞു വെച്ചത്. അത് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അത് ചെറിയൊരു കളറ് മാറി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ച കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. അത് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഇച്ചിരി വേവാൻ ടൈം എടുക്കുമല്ലോ, അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ പൊടികൾ ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പൊടികളുടെ അളവ് പറയുന്നില്ല. അത് ഞാനിവിടെ 1 കിലോ അയിലയാട്ടോ എടുത്തത്. അപ്പോൾ അതനുസരിച്ചാണ് ഞാനിവിടെ പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ നമ്മൾ ചേർത്തത് മുളക് പൊടിയാണേ. ഞാനിപ്പോൾ ഇട്ട അളവ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ എനിക്ക് മുളക് പൊടി വേണ്ടി വന്നായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടെ ഇതിനകത്ത് മുളക് പൊടി ഇട്ട് കൊടുത്തായിരുന്നേ. പിന്നെ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിയും വെള്ളം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളി കുറച്ചേ ഇട്ട് കൊടുത്തുള്ളൂ, കാരണം നമ്മൾ നേരത്തെ തക്കാളി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്തായിരിക്കണം നമ്മൾ അയില എടുത്തിടേണ്ടത് കേട്ടോ. അപ്പോൾ ചെറിയ ചൂടായി കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഓരോന്നായിട്ട് നമ്മുടെ അയിലക്കുട്ടന്മാരെ എടുത്തിടുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ സ്പൂൺ വെച്ച് ഒരുപാട് ഇളക്കാൻ പാടില്ല, ചിലപ്പം മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്പൂൺ വെച്ച് ഇളക്കാൻ പാടില്ലേ. അപ്പോൾ ഏകദേശം നമ്മുടെ മീനൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കറിവേപ്പില ഇട്ട് കൊടുക്കും ആവശ്യത്തിന്. നമ്മൾ ഓൾറെഡി കറിവേപ്പില ഇട്ടു, എങ്കിലും ഇത് എല്ലാം റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ തിളച്ചിരിക്കുമ്പോൾ കറിവേപ്പില ഇടുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കറിവേപ്പില ഞാൻ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടേ. മീൻകറിയൊക്കെ വെക്കുമ്പോൾ കഴിവതും നമ്മൾ എന്താ പറയുക, കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കേ, ബൈ.